മധ്യപൂർവ്വദേശം, ലോകഭൂപടത്തിൻ്റെ ഹൃദയഭാഗം, എണ്ണമറ്റ സംസ്കാരങ്ങളുടെ സംഗമഭൂമി, ലോകത്തെ നിയന്ത്രിക്കുന്ന ഊർജ സ്രോതസ്സുകളുടെ കലവറ. എന്നാൽ ഇതേ ഭൂമി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു മേഖലയും. വിശാലമായ ഈ പ്രവിശ്യയുടെ സുരക്ഷയും അമേരിക്കൻ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സൈനിക ശക്തിയുണ്ട്. അതിൻ്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഫ്ലോറിഡയിലെ താമ്പ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സൈനിക സംവിധാനം എങ്ങനെയാണ് ലോകത്തിൻ്റെ മറ്റൊരു അറ്റത്തുള്ള 21 രാജ്യങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്നതാണ്. ഒപ്പം അവരുടെ ചരിത്രം, അവർ നയിച്ച യുദ്ധങ്ങൾ, വരാനിരിക്കുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്തറിയാം. എന്താണ് സെൻകോം? 1979 ലോകരാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ച വർഷം. ഇറാനിൽ വിപ്ലവം നടക്കുന്നു. അമേരിക്കൻ നയതന്ത്രജ്ഞർ തടവിലാക്കപ്പെടുന്നു. തൊട്ടുപിന്നാലെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കയറുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെട്ട നിമിഷങ്ങൾ. ഈ പ്രതിസന്ധികളെ നേരിടാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ റാപ്പിഡ് ഡിപ്ലോയ്മെൻറ്റ് ജോയിൻറ്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. എന്നാൽ ഇതിനൊരു സ്ഥിര സംവിധാനം വേണമെന്ന് തിരിച്ചറിഞ്ഞ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ മധ്യപൂർവ്വദേശത്തിനു വേണ്ടി 1983 ജനുവരി 1 സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി മധ്യപൂർവ്വദേശത്തേക്കുള്ള സോവിയറ്റ് കടന്നുകയറ്റം തടയുകയായിരുന്നു ഇതിൻ്റെ തുടക്ക ലക്ഷ്യം. എന്നാൽ അധികം വൈകാതെ തന്നെ അവർക്ക് തങ്ങളുടെ ആദ്യ പരീക്ഷണം നേരിടേണ്ടി വന്നു. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിനിടയിൽ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് സെൻകോം അവരുടെ സാന്നിധ്യം അറിയിച്ചു. വർഷം 1990. സദാം ഹുസൈൻ്റെ ഇറാഖ് കുവൈത്തിനെ ആക്രമിക്കുന്നു. സെൻകോമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിന് അവിടെ തുടക്കമായി. ജനറൽ നോർമൻ ഷാർസ്കോഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം സെൻകോമിൻ്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു. വെറും 100 മണിക്കൂർ നീണ്ട കരയുദ്ധത്തിലൂടെ അവർ കുവൈത്തിനെ ഇറാഖിൽ നിന്നും മോചിപ്പിച്ചു. എന്നാൽ 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണം സെൻകോമിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നേക്കുമായി മാറ്റിമറിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെയുള്ള പോരാട്ടം, പിന്നാലെ 2003 ഇറാഖ് അധിനിവേശം. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഈ യുദ്ധങ്ങൾ സെൻകോമിനെ ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ ഒരു യുദ്ധ കമാൻഡാക്കി മാറ്റി. കോടിക്കണക്കിന് ഡോളറുകളും ലക്ഷക്കണക്കിന് സൈനികരും ഈ മണ്ണിലൂടെ കടന്നുപോയി. ഇന്ന് സെൻകോം വെറും ഒരു സൈനിക വിഭാഗമല്ല, അതൊരു സങ്കീർണമായ ശൃംഖലയാണ്. കരസേന, വ്യോമസേന, നാവികസേന, മറീനുകൾ, സ്പെഷ്യൽ ഫോഴ്സ് എന്നിവയുടെ സംയുക്ത രൂപം. നിലവിൽ 21 രാജ്യങ്ങളാണ് സെൻകോമിൻ്റെ പരിധിയിൽ വരുന്നത്. ഈജിപ്റ്റ് മുതൽ പാകിസ്ഥാൻ വരെ, കസാഖിസ്ഥാൻ മുതൽ യമൻ വരെ. ഇതിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജലപാതകളുണ്ട്: സൂയിസ് കനാൽ, ബാബൽ മന്ദബ്, ഹോർമൂസ് കടലിടുക്ക്. ലോക വ്യാപാരത്തിൻ്റെ ജീവനാഡി ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ആധുനിക കാലത്ത് ഈ കമാൻഡിനുള്ള വെല്ലുവിളികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഐസിസ് പോലുള്ള ഭീകര സംഘടനകളെ നേരിടുക, ഇറാൻ്റെ സ്വാധീനം നിയന്ത്രിക്കുക, വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ തടയുക എന്നിവയാണ് സെൻകോമിൻ്റെ പുതിയ ദൗത്യങ്ങൾ. ഖത്തറിലെ അൽ-ഉദൈദ് എയർബേസ് പോലുള്ള താവളങ്ങളിൽ നിന്നും അവർ 24 മണിക്കൂറും മേഖലയിൽ നിരീക്ഷണം തുടരുന്നു. വിമർശനങ്ങളും വിവാദങ്ങളും സെൻകോമിനെ എപ്പോഴും പിന്തുടരുന്നുണ്ട്. വിദേശ മണ്ണിലെ അമേരിക്കൻ ഇടപെടലുകൾ പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതകൾക്കിടയിൽ ആ മേഖലയുടെ ഒരു സുരക്ഷാ കവചമായി സെൻകോം നിലകൊള്ളുന്നു എന്ന് അവരുടെ അനുകൂലികൾ വാദിക്കുന്നു. മാറുന്ന ലോകക്രമത്തിൽ ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ മറികടന്ന് സെൻകോം എങ്ങനെ പ്രവർത്തിക്കും എന്നത് നിലവിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളോട് പൊരുതിയാണ് ഈ കമാൻഡിൻ്റെ പ്രവർത്തനം. ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവിൽ അവർ കാവൽ തുടരുന്നു. അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നേർത്തൊരു നൂൽപ്പാലത്തിലൂടെ. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.